പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് അടുത്ത മക്കളെ, കാരണം അതിൻ്റെ നിരവധി ലക്ഷണങ്ങൾ, നിരവധി അടയാളങ്ങൾ, നിരവധി അത്ഭുതങ്ങൾ, നിരവധി സംഭവങ്ങൾ നമ്മൾ കാണുകയാണ്. പ്രാപഞ്ചിക തലത്തിൽ അഥവാ പ്രപഞ്ചത്തിൻ്റെ തലത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള സൂചനകൾ ബഹിരാകാശത്ത് സംഭവിക്കുന്നതായിട്ട് നാസയും ഉപഗ്രഹങ്ങളും പറയുന്നു, അത് കണ്ടെത്തുന്നു. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് സൂര്യൻ്റെ ചൂട് വർദ്ധിക്കുന്നത്, സൂര്യനിലുള്ള താപത്തെ വ്യത്യാസം, ഉഷ്ണക്കാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് കാണുന്നു, കേൾക്കും. അതിൻ്റെ പ്രാപഞ്ചിക തലത്തിൽ, അത് പ്രപഞ്ച തലത്തിൽ ഉണ്ടാകുന്ന അടയാളങ്ങൾ, ലക്ഷണം. ഭൂമിയിൽ അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുന്നു, മഴയുടെ അളവ് വർദ്ധിക്കുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകും. ഭൂമിയുടെ തലത്തിൽ, ലോകത്തിൽ, ഭൂമിയിൽ സംഭവിക്കുന്നത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്നു, ഒരുപാട് വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നു, ചുഴലിക്കൊടുങ്കാറ്റുണ്ടാകുന്നു, കരയിലേക്ക് ഇരച്ചു കയറുന്നു, സുനാമികൾ ഉണ്ടാകുന്നു, കൊറോണ ഉണ്ടായി, അങ്ങനെ നിരവധിയായ അത്ഭുതം. ഇനി അതിൻ്റെ മൂന്നാമത്തെ തലം, ഒന്ന് പ്രപഞ്ചാടിസ്ഥാനം, രണ്ട് ഭൂമിയുടെ അടിസ്ഥാനം, 4 സഭാതലത്തിൽ വരുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ് സഹിക്കും, ക്ഷമിക്കും. കർത്താവിരുന്ന് കരയും. എന്നാലും കർത്താവിന് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത വേദനയുടെ ആഴങ്ങൾ കൊടുക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, പ്രിയ സഹോദരങ്ങളെ, അത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനമാണ്. അവിടെ കർത്താവ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ, ഈ മാടവന ഇടവകയിൽ സംഭവിച്ച ആ കർത്താവിൻ്റെ തിരുവോസ്തിയുടെ ആ രൂപാന്തരണത്തിൽ വന്ന ആ സംഭവത്തെ ആസ്പദമാക്കി തന്നെ ഞാൻ പറയുകയാണ്. കാരണം കർത്താവിന് വെളിപ്പെടുത്തുവാൻ ഇതിനപ്പുറത്തേക്കുള്ള അത്ഭുതം കാണിച്ചിട്ട് കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല, ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിന് നേരിട്ട് പ്രത്യക്ഷപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് ഇനി ഇങ്ങനെ അടയാളങ്ങളിൽ കൂടെയും ചെറിയ ചെറിയ അത്ഭുതങ്ങളിൽ കൂടെയും മാത്രമേ കർത്താവ് പ്രവർത്തിക്കുള്ളൂ. കർത്താവ് ഒരിക്കലും നമ്മുടെ മുമ്പിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുകയില്ല. അതിൻ്റെ കാരണം കർത്താവ് എഴുതി വെച്ച വചനത്തിലുണ്ട്, അപ്പോൾ മിന്നൽപ്പിടർ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. കർത്താവ് മിന്നൽപ്പിടറിന്റെ ശക്തിയിൽ, അഗ്നിയുടെ ശക്തിയിൽ, ദഹിപ്പിക്കുന്ന ശക്തിയിൽ ഒറ്റ വരവായിരിക്കും വരുന്നത്. പ്രിയപ്പെട്ട, അങ്ങനെ വരികയുള്ളൂ. അങ്ങനെയാണ് പ്രത്യക്ഷീകരണം. അപ്പോൾ അതിനു മുമ്പ് കർത്താവിൻ്റെ ഹൃദയം പൊട്ടുമ്പോൾ കർത്താവ് സഭയെ നോക്കി പറയുകയാണ്, സഭ ഞാൻ തിരഞ്ഞെടുത്ത് ജന്മം കൊടുത്ത് വളർത്തിയ എൻ്റെ മക്കൾ, ഞാൻ സ്ഥാപിച്ച്, അന്ന് നമുക്കറിയാം ഈശോ സ്ഥാപിച്ച സഭ സ്ഥാപിച്ച് ഈശോയുടെ മരണശേഷം സഭ രൂപാന്തരപ്പെട്ട് 2000 വർഷത്തെ സഭയുടെ ചരിത്രം, പാരമ്പര്യം കർത്താവിൻ്റെ ലോകത്ത് മുഴുവൻ കൊടുക്കുകയും ഒത്തിരി സുവിശേഷം അറിയുകയും ജനം ഒരു വലിയ കാണാവുന്നൊരു സമൂഹമായി രൂപാന്തരപ്പെടുകയും ചെയ്ത് കർത്താവ് ധാരാളം വചനപ്രഘോഷങ്ങളും ആരാധനകളൊക്കെ നടന്ന് കർത്താവിൻ്റെ സുവിശേഷം ലോകമിടറിഞ്ഞ് സഭ ശക്തപ്പെട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് കർത്താവിനെ സ്നേഹിച്ചവർ തന്നെ ഒറ്റിക്കൊടുക്കുന്ന ആ പഴയ യൂദാസിൻ്റെ കുറേ അവതാരങ്ങൾ അത് സഭാതലത്തിൽ മുളച്ചു വന്നത്. അത് അശുദ്ധിയായിട്ട്, അപമാനമായിട്ട്, തട്ടിപ്പായി, വെട്ടിപ്പായി, അവിശ്വാസമായി, വ്യഭിചാരമായി, കൊലപാതകമായി, ഇങ്ങനെ നിരവധി തലത്തിൽ സഭയിലുണ്ടാകുന്ന ഈ വേദനകളെക്കുറിച്ച് കർത്താവിൻ്റെ വേദന എന്താണെന്ന് പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഹൃദയത്തെ തൊട്ട് ആ ചലനത്തെ, ആ പൾസിനെ, ആ ഹൃദയ പൾസിനെ തൊട്ട് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഒരു ഹൃദയം എന്നിൽ ഉണ്ടെങ്കിലേ ദൈവാത്മാവിൻ്റെ സ്പന്ദനത്തെ ഗ്രഹിക്കുവാൻ എൻ്റെ ആത്മാവിന് കഴിയുള്ളൂ, പ്രിയ സഹോദരനെ. അതുകൊണ്ടാണ് കർത്താവ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ സർവശക്തനായ പിതാവായ ദൈവം ഇപ്രകാരം തൻ്റെ പ്രവാചകന്മാരുടെ കർത്താവ് പറഞ്ഞു, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു, അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു, അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 3-ാം തിരുവചനം എടുത്തു വെച്ച് വായിക്കണം മക്കളെ, ഇത് കേട്ടിട്ട് വായിക്കണം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അന്ന് ആദ്യമായിട്ട് കർത്താവ് നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കുകയും ചെയ്തത് കാൽവരിയിലായിരുന്നു. കാൽവരി കുരിശിൽ തന്നെ പൊന്നോമന മക്കളായിട്ട് 3 വർഷം കൂടെ കൊണ്ടുനടന്ന 12 മക്കളെ പോലെ കൊണ്ടു നടന്ന ആ ശിഷ്യനിൽ യൂദാസ് എന്ന മനുഷ്യൻ ഒറ്റിക്കൊടുത്തപ്പോൾ, ക്രൂശിക്കാൻ വേണ്ടിയിട്ട് കർത്താവിനെ ശരീരം വിട്ടുകൊടുത്തപ്പോൾ, അവിടെ കൂട്ടത്തിലുണ്ടായിരുന്നവനും സ്വന്തക്കാരും ബന്ധുക്കാരും സദുക്കാരും പ്രീശന്മാരെ യൂദരും മുഴുവനും കർത്താവിനെ ഉപേക്ഷിച്ച് കളഞ്ഞ സംഭവം
മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യന് വേണ്ട ഈ ക്രിസ്തു എന്ന നാമം വേണ്ട, ഈ ക്രിസ്തു എന്ന വ്യക്തി വേണ്ട, അവൻ്റെ സ്നേഹവും വേണ്ട, അവൻ്റെ സന്തോഷവും വേണ്ട, അവൻ്റെ ഉയർപ്പും വേണ്ട, അവൻ്റെ മരണവും വേണ്ട, അവൻ്റെ സംഭവം വേണ്ട, അവൻ്റെ നിത്യനും വേണ്ട, അവൻ്റെ സ്വർഗവും വേണ്ട എന്ന് ഉപേക്ഷിച്ചു. ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു തുടങ്ങി. തീറ്റിപ്പോറ്റി 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പെടുത്തി, 5 അപ്പം കൊണ്ട് 7000 പേരെ തീറ്റിപ്പെടുത്തി, 12 കുട്ട നിറച്ചെടുത്തു. അവരെ ഊണിലും ഉറക്കത്തിലും കർത്താവ് നീതി പ്രവർത്തിച്ചു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, മരിച്ചവരെ ഉയർപ്പിച്ചു. ഇതെല്ലാം ഇങ്ങനെ സന്തോഷം കൊടുത്ത് കർത്താവ് കൂടെ നടന്ന് അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. നന്മ ചെയ്തപ്പോൾ കർത്താവിനെ നിന്ദിച്ചു. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, ഈ വചനം നമ്മുടെ സഭയിൽ വെച്ച് നോക്കണം. നമ്മൾ കാൽവരിയിലോട്ടേക്ക് പോകണ്ട, നമ്മൾ ഇസ്രായേൽക്കാരെ നോക്കണ്ട, സദുക്കാരെ നോക്കണ്ട, മതപുരോധനെ നോക്കണ്ട, യഹൂദര വംശത്തെ നോക്കണ്ട, ഗോത്രങ്ങളെ നോക്കണ്ട, ഇതൊന്നും നോക്കണ്ട. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് സഭയിൽ നിന്നുകൊണ്ട് സഭയെ നോക്കി നമ്മൾ പറയണം. ഇസ്രായേലത്തെ നോക്കിയിട്ടല്ല പറയേണ്ടത്. സഭ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ചെയ്യുന്നു പറയുമ്പോൾ അവൻ സഭയാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു എന്ന് വായിച്ചാലേ ഇതിൻ്റെ മർമ്മം നമുക്ക് മനസ്സിലാകുള്ളൂ. എന്തുകൊണ്ടാണ് മാടവന ഇടവകയിൽ ദൈവത്തിൻ്റെ ഈ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തിയത്? നമ്മൾ വീണ്ടും പുനരാലോചിക്കണം, പുനർവിചിന്തനം നടത്തണം. ഇതിനെപ്പറ്റി പര്യാകുലനാകണം, ഇതിനെപ്പറ്റി ചിന്തിക്കണം, ഇതിനെപ്പറ്റി പഠിക്കണം, ഇതിനെപ്പറ്റി ധ്യാനിക്കണം, ഇതിനെപ്പറ്റി പ്രാർത്ഥിക്കണം, ഇതിനെപ്പറ്റി മറ്റുള്ളവരോട് പറയണം. ഇതിൻ്റെ സന്ദേശമാണെന്ന് ഗ്രഹിക്കണം. ഗ്രഹിച്ചില്ല എങ്കിൽ നിന്നെ ഗ്രഹിപ്പിക്കുവാൻ കർത്താവിൻ്റെ ഒരു വരവുണ്ട് പ്രിയ മക്കളെ. അതുകൊണ്ട് കർത്താവ് പറയുന്നു, സങ്കീർത്തനം 7:12 കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യൻ മനസ്സ് തിരിയുന്നില്ലെങ്കിൽ എൻ്റെ വാളിൻ്റെ മൂർച്ച ഞാൻ കൂട്ടും എന്നാണ്. സങ്കീർത്തനം 7:12 എടുത്ത് വെച്ചു വായിക്കണം പ്രിയ സഹോദരങ്ങളെ. മനുഷ്യൻ മനസ്സ് തിരിയുന്നില്ലെങ്കിൽ എൻ്റെ വാളിൻ്റെ മൂർച്ച ഞാൻ കൂട്ടുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? വാളെന്ന് പറഞ്ഞാൽ യുദ്ധം, അല്ലെ മിസൈല്. അപ്പോൾ ആദ്യം ഇന്ന് 10 വർഷം മുമ്പ് കണ്ടുപിടിച്ച മിസൈലുകളല്ല ഇന്നുള്ളത്. ഇപ്പോൾ കണ്ടുപിടിക്കുന്ന മിസൈലുകളുള്ള ഇനി ഒരു 5 വർഷം മുന്നോട്ട് അതിനേക്കാൾ ശക്തമാണ്, അതിനേക്കാൾ ഭയാനകമാണ്, അതിനേക്കാൾ ഭയങ്കരമാണ്. അങ്ങനെ വലിയ മിസൈലുകൾ കണ്ടുപിടിക്കുക, മൂർച്ച കൂട്ടി കർത്താവ് വില്ല് കുലയ്ക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ മാടവന ഇടവകയിലെ സംഭവം. അതുകൊണ്ട് കർത്താവ് പറയാണ്, അവൻ സഭയാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖം നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. ഇപ്പം നമ്മൾ പ്രിയപ്പെട്ടവരെ പോയി ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. ഇതെന്നതാ, മാംസകഷ്ണമാണോ, ഇറച്ചിയാണോ, രക്തമാണോ, ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ജനം ഒഴുകുകയാണ്. അതെ, ഇതേ ജനം ഈ കണ്ടുപിരിഞ്ഞ മാടവന ഇടവകയിൽ വന്ന ലക്ഷങ്ങളെ, 10,000-ങ്ങളോ ലക്ഷങ്ങളോ കോടിക്കണക്കിന് മനുഷ്യൻ ഈ അത്ഭുതങ്ങൾ കണ്ടിട്ട് പോയിട്ട് തിരിച്ച് വീട്ടിൽ പോയി ഇതിനെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞ് തനിക്ക് ഇഷ്ടമുള്ള ബ്ലൂ ഫിലിമും ചീത്തപ്പടവും കണ്ട് ഇഷ്ടം പോലെ മദ്യം കഴിച്ച് ഇഷ്ടം പോലെ തോന്നുന്ന പോലെ ജീവിക്കും എന്ന് ഞാൻ നിങ്ങളുടെ വാക്ക് പറയാം. ഇത് നിശ്ചയം, അത് ഞാൻ പറഞ്ഞതിനപ്പുറം ഒരു മനുഷ്യനിലും ഒരു ഹൃദയവിചാരത്തിലും മാറ്റം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, മുഖം തിരിച്ച് നിങ്ങൾ നിന്ദിക്കുമെന്നെ. എൻ്റെ ശരീരത്തിൻ്റെ വേദനയോ, എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയോ, എൻ്റെ രക്തത്തെയോ, എൻ്റെ ആത്മാവിനെ, എൻ്റെ ശരീരത്തിൻ്റെ വേദനകളെയോ നിങ്ങൾ പരിഗണിക്കുകയില്ല. അന്നത്തെ കാലം പരിഗണിച്ചില്ല, ഇന്ന് സഭയും പരിഗണിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സഭ പരിഗണിക്കാത്തത്? ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഇന്ന് പണമെന്ന പിശാച് നമ്മുടെ ഹൃദയത്തിലുണ്ടെന്ന് നമുക്കറിയാം. നമ്മളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, നമ്മളത് ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളിത് മനസ്സിലാക്കണം, ഇത് ഗ്രഹിച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അവിടുന്ന് കുറച്ചുകൂടെ താഴ്ത്തി വരുമ്പോൾ കർത്താവ് പറയാണ്, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു എന്ന് പറഞ്ഞത്. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം എടുത്തു വെച്ച് വായിക്കണം പ്രിയ സഹോദരങ്ങളെ. കർത്താവ് അതിനകത്ത് എഴുതി വെച്ച് നിഗൂഢരഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും സങ്കീർത്തനം 129:3 പോകുമ്പോൾ കർത്താവ് അവിടെ എന്തുകൊണ്ടാണ് ഈ മാംസകഷ്ണങ്ങൾ ഇന്ന് അത്ഭുതമായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. സങ്കീർത്തനം 129:3 പറയുന്നത്, ഉഴവുകാരൻ്റെ മുതുകിൽ ഉഴുതു, അവർ നീളത്തിൽ ഉഴവ് ചാൽ കീറി എന്നാ പറയും. ഒരു ഉഴവ് നമുക്കറിയാം, പഴയ കാലത്ത് കണ്ടങ്ങൾ, കൃഷി സ്ഥലങ്ങളിലെ കണ്ടങ്ങൾ, രണ്ട് കാളെ വെച്ച് കെട്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ കലപ്പ് പോലത്തെ സാധനം ഇങ്ങനെ മാന്തുന്ന സാധനം ഉണ്ടാവും. അത് മണ്ണിൽ വെച്ചിട്ട് കാളകളെ ഇത് ഞെക്കി പിടിക്കും. കാള മുന്നോട്ട് പോകുമ്പോൾ ഈ ഉഴവിൽ ഈ ചാലുകൾ ഇങ്ങനെ കീറും. ഇതങ്ങോട്ട് കീറി 2 സൈഡിലേക്ക് മണ്ണുകൾ ഇങ്ങനെ പോകും. അതിനെ കീറി മുറിക്കുന്ന ഇരുമ്പിൻ്റെ ആണി വലിച്ചുകൊണ്ട് പോകുമ്പോൾ മണ്ണ് കീറി മുറിയുന്നത് പോലെ കർത്താവിൻ്റെ മുതുക് പുറം ഉഴവുകാൽ, അത് കർത്താവ് ഉഴവുകാർ മുതുകിൽ ഉഴുതു എന്നാ പറയും.
അതെന്താണ്? ചാട്ട കൊണ്ട് അടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് പറിച്ചിങ്ങെടുത്തു. നമ്മൾ ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൽ കാണുന്നത് പ്രിയപ്പെട്ടത് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. മാംസ കഷ്ണങ്ങൾ പറഞ്ഞ് ദൂരേക്ക് പോകുമ്പോൾ അഗാധമായ വേദനയാൽ കർത്താവ് ഞെളിപിരി കൊള്ളുന്ന സംഭവം ഈ ലോകം കണ്ടതാണ്. ഇത് സംഭവിച്ച ചരിത്ര സംഭവമാണ്, ബൈബിൾ സംഭവമാണ്, ചരിത്ര തെളിവുകളുള്ളതാണ്, പരമസത്യമാണ്. ഭൂമിയിൽ വന്ന ഒരേ ഒരു ദൈവം യേശുക്രിസ്തു മാത്രമാണെന്ന് തെളിയാൻ ഈ ലക്ഷണം മാത്രമേ ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ, ഈ ക്രൂശീകരണം. മറ്റൊരു ദൈവത്തെയും, മറ്റൊരു മതത്തിൻ്റെ ഒരു ദൈവത്തെയും ഈ ലോകത്താരും ക്രൂശിച്ചിട്ടില്ല. കാരണം മറ്റൊരു ദൈവമല്ല എന്ന് സാത്താന് ലോകത്തിനും അറിയായിരുന്നു. എന്നാൽ ക്രിസ്തുവാണ് ദൈവമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവനെ തകർത്തത്. കാരണം ദൈവത്തെ അങ്ങ് മാറ്റി നിർത്തിയാൽ എൻ്റെ സൗകര്യം പോലെ ജീവിക്കാമല്ലോ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വചനം നമ്മൾ ഓർക്കണം. അവിടുത്തെ കർത്താവ് പറഞ്ഞ വചനത്തിന് തീക്ഷ്ണത നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഉഴവുകാരൻ്റെ മുതുകിൽ ഉഴുതു. അവർ നീളത്തിൽ ഉഴവുച്ചാൽ കീറി തലങ്ങും വിലങ്ങും. കർത്താവിൻ്റെ തിരുശരീരം പുറം ചമ്മട്ടി കൊണ്ട് അടിച്ചിട്ട് വലിച്ച് പറിച്ചു കളഞ്ഞു പ്രിയപ്പെട്ടവർ. അന്ന് കഷ്ണം കഷ്ണമായിട്ട് ചോര ചിന്തുകയും ചോരയ്ക്കകത്ത് മാംസ കഷ്ണങ്ങൾ നിലത്ത് കിടന്നിങ്ങനെ പിടയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും പ്രിയപ്പെട്ടവരെ. മാംസ കഷ്ണങ്ങൾ, ജീവനുള്ള മാംസ കഷ്ണങ്ങൾ അന്നത്തെ കൽത്തളത്തിൽ, യഹൂദന്മാരുടെ കൽത്തളത്തിൽ പിലാത്തോസിന് മുമ്പിൽ വെച്ച് അടിച്ചിട്ട് പറിക്കുമ്പോൾ മാംസകഷ്ണം നിരത്ത് വീണ് ഇങ്ങനെ വിറയ്ക്കുന്ന മാംസകഷ്ണങ്ങൾ. ആ മാംസകഷ്ണമാണ് ഇന്ന് തിരുവോസ്തിയായിട്ട് നമ്മൾ ഭക്ഷിക്കുന്നതും. കർത്താവിൻ്റെ തിരുവോസ്തിയിൽ അതേ മാംസകഷ്ണം, അതേ രക്തം, സഭയുടെ അവിശ്വാസത്തിനോ ജനങ്ങളുടെ അവിശ്വാസത്തിനോ കൊണ്ട് പോയൊരു ഡീനെത്തൻ മാത്രം ഇത് രക്തമാണോ എന്ന് അറിയാൻ വേണ്ടി പോയി വിശ്വാസത്തിന് കണ്ണുള്ളവർക്ക്, വിശുദ്ധിയുള്ളവരുടെ ഹൃദയത്തിൽ ഇത് പരമസത്യമായി തോന്നും. യാഥാർത്ഥ്യമായിട്ടത് നമ്മുടെ ഹൃദയത്തിൽ ഫീൽ ചെയ്യും പ്രിയപ്പെട്ടവരെ. അവിശ്വാസികൾക്ക്, പാപാവസ്ഥയുള്ള തിന്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊക്കെ എന്താണ്? കണ്ടു മറക്കാൻ പറ്റിയ ചില തമാശകളായിട്ട് മാറുമ്പോൾ മാടവന ഇടവകയിൽ കർത്താവ് പറയണം, മകനെ മകളെ, ആ പൊന്നു കൊച്ചിനോട്, പെൺകൊച്ചിനോട് കർത്താവ് പറയണം, മോളെ, ഞാൻ നിന്റെ ഹൃദയത്തിൽ ഒരു രൂപാന്തരപ്പെട്ടോട്ടെ, ഞാൻ നിന്റെ ഹൃദയത്തിൽ അപ്പകഷ്ണമായിട്ട് വന്നോട്ടെ, ഒരു കഷ്ണമായിട്ട് വന്നോട്ടെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ്, നീയെങ്കിലും എന്നെ ഒന്ന് ഗ്രഹിക്ക്, എന്നെ മനസ്സിലാക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങളെ. വീണ്ടും ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. എന്താണ് ആഹ്വാനം ചെയ്യുന്നത്? നിങ്ങൾ കാണുന്നവർ കേൾക്കുന്നവരൊക്കെ മാടവന ഇടവകയിൽ ചെന്ന് അച്ഛനോട് പറ, അച്ഛ ഇതൊരു ആരാധന സെന്ററാക്കി മാറ്റ്, നിത്യാരാധന ചാപ്പലാക്കി മാറ്റ്. അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ അട്ടപ്പാടി പോലെ, അല്ലെങ്കിൽ കൃപാസനം പോലെയോ, അല്ലെങ്കിൽ ഡൊമിനിക്ക വളനാച്ചൻ്റെ സ്ഥലം പോലെയോ അതുപോലെ തിരക്കുള്ള മനുഷ്യന് വചനം കേൾക്കാൻ വരുന്ന 24 മണിക്കൂറും വചനം പറയുന്നൊരു വചന പ്രഘോഷണ സെന്ററായിട്ട് മാടവനുമായിട്ട് 24 മണിക്കൂർ 365 ദിവസവും അവിടെ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടണം. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ഇതാ ദുരന്തം കൺമുമ്പിലാണ്, അപകടം കൺമുമ്പിലാണ്, മുല്ലപ്പെരിയാർ എന്ന അണുബോംബ് നമ്മുടെ കൺമുമ്പിലാണ്, ആഗോളയുദ്ധം, 3ാം ലോകമഹായുദ്ധം നമ്മുടെ കൺവെട്ടത്തിലാണ്. മഹാദുരന്തത്തിന് മുമ്പ് കർത്താവ് പറയാണ്, എന്നിലേക്ക് വാ മക്കളെ, എൻ്റെ ഹൃദയത്തിലേക്ക് വാ, എൻ്റെ രക്തത്തിലേക്ക് വാ, എൻ്റെ മാംസത്തിലേക്ക് വാ, എൻ്റെ ശരീരം ഉയർത്തെഴുന്നത് പോലെ നിന്നെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കാം. അതാണ് അതിൻ്റെ വ്യംഗ്യാർത്ഥം പ്രിയപ്പെട്ടവരെ. പിന്നെ എന്ത് കാണാനാണ് നിങ്ങൾ പോകുന്നത്? കർത്താവ് ചോദിക്കുന്നത്, കാറ്റത്തിൽ നിന്ന് ഞാങ്ങണയോ? നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത്? മോടിയായ വസ്ത്രങ്ങൾ ധരിച്ചവരെ കാണാനോ? അത് രാജകൊട്ടാരങ്ങളിലാണുള്ളത്. പിന്നെ എന്ത് കാണാനാണ് നിങ്ങൾ പോയെന്ന് കർത്താവ് അന്നത്തെ ജനത്തോട് ചോദിച്ച പോലെ, പ്രിയ സഹോദരൻ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് കാണാനാണ് പോയത്? മാംസകഷ്ണം കാണാൻ, രക്തം കാണാനോ, അവിടെ അത്ഭുതം നടന്ന് കാണാനോ? എന്ത് കാണാനാണ് പോയത്? കർത്താവിൻ്റെ വരവിൻ്റെ വാതിൽക്കാൻ നമ്മളുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, അത്തിമരത്തെ നോക്കി ഒരു ഉപമ പഠിക്കുവിൻ, അതിൻ്റെ കൊമ്പുകളതായി ശാഖകൾ തളിർക്കുന്നു കാണുമ്പോൾ അവൻ വാതിൽക്കൽ, വേനൽക്കാലം അടുത്തിരിക്കുന്നവൻ വാതിൽക്കൽ എത്തിയെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അതിൻ്റെ അടയാളങ്ങളാണ്. എന്തുകൊണ്ടാണ്? കർത്താവിന് മഹത്വം കൊടുക്കുന്നില്ല, കർത്താവിനെ സ്നേഹിക്കുന്നില്ല, കുർബാന അവഹേളിക്കപ്പെടുന്നു. ഒരു കുർബാന ചൊല്ലൽ എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ കേരള സഭയിൽ എത്രയോ പേരുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു, എത്രയോ പേരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു, എത്രയോ പേര് ദേവാലയത്തിൽ കയറാതെയായി, എത്രയോ പട്ടാളക്കാരും വക്കീലുമാരും പത്രറിപ്പോർട്ടറും പോലീസുകാരും അൾത്താരയിൽ കയറി കർത്താവിൻ്റെ കുർബാന അർപ്പിക്കപ്പെടുന്നതിന് തടസ്സമായി നിന്നു. അവിടെ തള്ളുമുണ്ടായി, മേശകൾ വലിച്ചിട്ടു, അച്ഛനെ തള്ളിമാറ്റി, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ ക്രൂശീകരണം എവിടെ സംഭവിച്ചു? കേരള സഭയിൽ സംഭവിച്ചു.
കേരളത്തിൽ എറണാകുളം അങ്കമാലി രൂപതയിൽ സംഭവിച്ച ക്രൂശീകരണം, ആ ക്രൂശീകരണത്തിന്റെ ഫലം കർത്താവിന്റെ ചങ്കുപൊട്ടി ഒരു കഷ്ണം പുറത്തേക്ക് വന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ മാടവൻ ഇടവയിലെ സംഭവം. നിങ്ങൾക്കറിയത്തില്ല, നിങ്ങൾ ഇത്ര ചിന്തിക്കുന്നില്ല. നിങ്ങൾ എന്തോ കാണുന്നു, എന്തോ കേൾക്കുന്നു, കണ്ണുരുട്ടി പോകുന്നു, കറങ്ങി പോകുന്നു, ഇങ്ങനെ കറങ്ങി പോകുന്നു. തീർന്ന പരിപാടി. ഈ ലോകത്ത് എത്രയോ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഇതുപോലെ. പക്ഷേ അതൊക്കെ മനസ്സിലാക്കുമ്പോഴും ഓരോ അത്ഭുതത്തിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ വേദന പൊട്ടി ഒഴുകുന്നതാണ്. ഹൃദയം പൊട്ടി ഒഴുകുന്ന രക്തമാണ് അവിടെ കണ്ണെന്ന് ഗ്രഹിക്കാൻ എൻ്റെ കണ്ണിനോ കാതിനോ ബുദ്ധിയോ ബോധമോ ഉണ്ടോ എന്ന് ചിന്തിച്ചോ പ്രിയപ്പെട്ട. യേശുവിൻ്റെ വരവ് അടുത്ത് എത്തി. ഡേറ്റ് വെച്ച്, സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷം വരെ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷം വരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കർത്താവ് ഇതെല്ലാം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഗ്രഹിക്കാൻ കഴിയുള്ളവർക്ക് ഗ്രഹിക്കാൻ പറ്റും. ഈശോയുടെ വരവിൻ്റെ സമയം. അതിനാൽ കർത്താവ് പറയുന്ന വചനം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം പ്രിയ സഹോദരങ്ങളെ. അത് കേൾക്കാതെ നമ്മൾ വിട്ടിട്ട് പോകരുത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ സങ്കീർത്തനം 129:3, ഉഴവുകാർ മുതുകിൽ ഉഴുതു, അവർ നീളത്തിലും ബലങ്ങിനും ചാലുകൾ കീറി. അത്രമാത്രം ദുഃഖം ഈ കേരള സഭയിൽ നിന്ന്, ഈ ജനത്തിൽ നിന്നും കർത്താവ് അനുഭവിക്കുന്ന വേദന, ആത്മാവിൽ കൂടി ഇതെല്ലാം അറിയാൻ പ്രിയ സഹോദരങ്ങളെ. നമ്മൾ വിചാരിക്കും യേശു എന്ന് പറയുന്ന ദൈവം എവിടെയുള്ള, കാണാനില്ല, അങ്ങനെ വ്യക്തിയില്ല ഈ ലോകത്ത്, കാണാനില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കുന്ന ദൈവാത്മാവ് അദൃശ്യനാണ്. പക്ഷേ അദൃശ്യനായ ദൈവത്തിന് ഏത് നിഗൂഢ രഹസ്യത്തെയും മനസ്സിലാക്കാനുള്ള കഴിവ് ആത്മാവിന് നൽകിയിട്ടുണ്ട്. ദുരാത്മാവിന് മനസ്സിലാക്കാൻ കഴിയും, ദൈവത്തിൻ്റെ ആത്മാവിന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ആത്മാവിലൂടെ ഇതെല്ലാം ഗ്രഹിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം പൊട്ടുന്ന ഭാഗം നമ്മൾ വീണ്ടും കാണുമ്പോൾ ഓർക്കണം, മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? അവിടുത്തെ കണ്ണുകൾ മനുഷ്യമക്കളെ നോക്കുകയാണ്. സങ്കീർത്തനം 11:4 കർത്താവ് പറയുന്നുണ്ട്, അവിടുത്തെ കണ്ണുകൾ മനുഷ്യമക്കളെ നോക്കിക്കാണും. മനുഷ്യമക്കളെ കാണുന്നു. അവിടുത്തെ കണ്ണുകൾ മനുഷ്യമക്കളെ കാണുന്നു. സ്വർഗത്തിലിരിക്കുന്ന കോടാനുകോടി ദൂരെ എന്ന് നമ്മൾ വിചാരിക്കുന്ന ദൈവം ഈ ഭൂമിയിലേക്ക് നോക്കി ഓരോ മക്കളെയും നോക്കി കണ്ടുകൊണ്ട് പറയാണ്, മകനെ, മകളെ, എൻ്റെ ചങ്ക് പറിച്ചു തന്ന ഞാൻ നിന്നെ നീയാക്കി മാറ്റിയത്. പക്ഷേ നിന്റെ ഇന്നത്തെ ജീവിതം, ഇന്നത്തെ സഭയുടെ പോക്ക്, ഇന്നത്തെ വൈദികരുടെ പോക്ക് ഒന്നും വിശുദ്ധമായ ഒരു ജീവിതമല്ല. ഈ മൊബൈൽ ഫോൺ എന്ന സാധനം കയ്യിലുള്ള ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൃത്യമായിട്ട് ബോധിപ്പിക്കേണ്ടവരും നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ മുമ്പിൽ നിൽക്കേണ്ടവരാണല്ലോ. ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒരു പാഠമാകേണ്ടത് ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നെന്ന് കൊരിന്ത്യർക്കാർക്ക് ലേഖനത്തിൽ എഴുതി വെച്ച വചനത്തെ നമ്മൾ ഓർമ്മിക്കണം പ്രിയപ്പെട്ടവരെ. മാടവന ഇടവകയിൽ ഇനി സംഭവിക്കണം എന്താണ്? അക്കമിട്ട് ഓർക്കണം, അക്കമിട്ട് നിങ്ങൾ കേൾക്കണം പ്രിയപ്പെട്ടവരെ. അക്കമിട്ട് നിങ്ങളോട് പറയണം, ആ അച്ഛനെ പേര് വിളിച്ച് പറയണം, അച്ഛാ ചുമ്മാ ഒരു മാംസകഷ്ണം തന്നതല്ല, അച്ഛനെ ചുമ്മാ തിരഞ്ഞെടുത്തതല്ല, അച്ഛനെ പരിശുദ്ധാത്മാവ് നിറയ്ക്കാൻ, അച്ഛന് പ്രബോധന വരം നൽകാൻ, വചനപ്രഘോഷ ശുശ്രൂഷകനാക്കാൻ, അവിടെ ഒരു ധ്യാന സെൻ്ററാക്കി മാറ്റാൻ, നിത്യാരാധന ചപ്പലാക്കി മാറ്റാൻ, അവിടെ 365 ദിവസവും 24 മണിക്കൂറും ഇടതടവില്ലാതെ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ, അവിടെ നിത്യാരാധന ചാപ്പിൽ 100 കണക്കിന് കുഞ്ഞുങ്ങൾ ചുറ്റും നിന്ന് ധൂമക്കുറ്റിയാറ്റി ആട്ടി അതിൽ നിന്ന് ഉയരുന്ന ആ സുഗന്ധപൂരിതമായ ആ പുക കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർന്ന് പ്രാർത്ഥന പോലെ ഉരുണ്ടുരുന്ന് സ്വർഗ കവാടം തുറന്ന് നിത്യജീവന്റെ പക്കലേക്ക് തൻ്റെ പ്രാർത്ഥനകൾ എത്തിച്ച്, കർത്താവേ, ഈ വരാനിരിക്കുന്ന മുല്ലപ്പെരിയാറിനെ തടഞ്ഞു നിർത്തണമേ എന്ന് പറയുവാൻ ചങ്കൂറ്റമുള്ള, ധൈര്യമുള്ള, പ്രാർത്ഥന വരമുള്ള വ്യക്തികളെ അവിടെ സ്ഥാപിച്ചുകൊണ്ട് മാടവന ഇടവക ഒരു ധ്യാന സെന്ററായിട്ട് മാറുന്ന നിത്യാരാധന ചാപ്പലിൻ്റെ പരിശുദ്ധാത്മ ശക്തി നിറയുന്ന കോട്ടയായിട്ട് മാറ്റാൻ കഴിയുമോ? കത്തോലിക്ക സഭയ്ക്ക് കഴിയുമോ? മാടവനയ്ക്ക് കഴിയുമോ? ഇടവാസമുദ്രന് കഴിയുമോ? സഭയ്ക്ക് കഴിയുമോ? ആ അച്ഛന് കഴിയുമോ? ചിന്തിച്ചില്ലെങ്കിൽ ഇതാ നിനക്ക് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ജലബോംബ് മുല്ലപ്പെരിയാറ് തൂത്തുവാരിക്കൊണ്ടുപോകും. ഇതാ ഇറാൻ തിരിച്ചു വെച്ചിരിക്കുന്നു ആണവമുനകൾ. നോക്കിക്കോ, എപ്പോഴാ വന്നിരുന്നേ? ഗർഭിണിക്ക് പ്രസവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബന്ധിക്കും. മുല്ലപ്പെരിയാർ അതുപോലെ നിബന്ധിക്കാം, ആണവയുദ്ധം അതുപോലെ നിബന്ധിക്കാം. ഈ വക്കിലാണ് യുഗം. അതിൻ്റെ അന്ത്യത്തിൽ മത്തായിയുടെ സുവിശേഷം യുഗാന്ത്യം വരെ എന്ന് ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കും. യുഗം അവസാനിക്കാൻ 2033 യുഗാന്ത്യമാണ് പ്രിയ സഹോദരങ്ങളെ. അതിനു മുമ്പാണ് കർത്താവ് തൻ്റെ ചങ്കു തുറന്ന് കാണിക്കുകയാണ്, മക്കളെ, ഇതാ മാംസകഷ്ണം,
ഞാൻ തന്നെ, ഞാനാണ് ഈ സക്രാരിയിൽ, ഞാനാണ് ഈ തിരുവചനത്തിൽ, ഞാനാണ് ഈ ഓസ്തിയിൽ ഇരിക്കുന്ന മക്കളെ, എന്നിലേക്ക് വാ. വിശുദ്ധി വേണം, പരിശുദ്ധി വേണം. ചുമ്മാ വന്ന് നാക്ക് നീട്ടി തിന്നിട്ട് പോകാനുള്ള സാധനമല്ല. അത് നിന്റെ ശിക്ഷയ്ക്ക് വീണ്ടും കാരണമാകും. നീ ഇത് അശുദ്ധിയോടെ കഴിക്കുമ്പോൾ, വിശുദ്ധിയില്ലാതെ, പരിശുദ്ധി നിറയാതെ, വിശുദ്ധീകരണ പ്രക്രിയ ചെയ്യാതെ, 3 ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ച് കുമ്പസാരിക്കാതെ നീ തോന്നുന്ന പോലെ നാക്കിട്ട് മേടിക്കുമ്പോൾ അതേ ശിക്ഷ, അതിൻ്റെ എതിർഫലം നിന്നിലേക്ക് വരും. ഉറപ്പ്. ആ ശിക്ഷയുടെ ടൈമാണ് ഇനി വരാൻ പോകുന്നത്. ഓർത്തോണം. അതിനു വേണ്ടിയിട്ടാണ് മുല്ലപ്പെരിയാറിനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് കൺമുമ്പിൽ കാണിച്ചെന്ന വയനാട്. പ്രിയ സഹോദരങ്ങളെ, ഓർത്തോ. അതുകൊണ്ട് ഇത്തരം സന്ദേശങ്ങളൊന്നും ആരും തന്നു വരില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങളായിരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ ഭവനത്തിലൊരു അൾത്താര ഉണ്ടാക്കണം. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, പ്രിയ സഹോദരൻ, നമ്മൾ അവിടെ ഒരു വലിയൊരു രഹസ്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നൊരു വചനമുണ്ട്. ഏതാണ്? അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. അപ്പോൾ 2 സ്ത്രീകൾ തിരികളിൽ ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റേവൾ അവശേഷിക്കും. ഇത് നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ട വചനമാണ്. ഈ തിരുവോസ്തിയിലുണ്ടായ ഈ രൂപാന്തരീകരണവും ഈ വയനാട്ടിലുണ്ടായ ഈ സംഭവത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ മാടവന ഇടവകയെ ഓർത്തുകൊണ്ട് ഈ അത്ഭുതങ്ങൾ ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു, എന്തിനു വേണ്ടി ഇത് കർത്താവ് ഇടപെടുന്നു എന്ന് പഠിച്ചു വെക്കണം. നമ്മൾ ചിന്തിച്ചു വെച്ചോണം. കാരണം കർത്താവ് പറയാണ്, അന്ന് രാത്രി ഒരു കട്ടിലിൽ 2 പേരുണ്ടായിരിക്കും, ഒരു വ്യക്തി എടുക്കപ്പെടും, മറ്റുള്ള വിശേഷിക്കും. 2 പേർ വയലിലുണ്ടായിരിക്കും. അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റുള്ള വിശേഷിക്കും. 2 സ്ത്രീകൾ തിരികളിൽ ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റുള്ള വിശേഷിക്കും. എന്താണ്? 2 സ്ത്രീകൾ ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റുള്ള ശേഷിക്കും. അപ്പോൾ ഞാനും ചോദിക്കട്ടെ, ഈ ധാന്യം പൊടിക്കുന്ന, പണ്ടേ കാലത്തിൽ ധാന്യം പൊടിക്കുന്നത് കുഴിയരലെന്ന് പറയുന്നത്, കല്ലിങ്ങനെ ഒരു കുഴിയായിട്ട് ഇങ്ങനെ കുത്തി, അതിൻ്റെ കുഴിയാണ് ഒലക്ക സാധനമുണ്ട്, അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മാറി മാറി ഇടിച്ചിടിച്ച് ആണ് ധാന്യം പൊടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ യേശുവിൻ്റെ വരവിൻ്റെ സമയത്ത് കറണ്ടില്ല. നമുക്ക് മനസ്സിലാക്കണം, അന്ന് കറണ്ടില്ലാതെ വരും, അന്ന് ധാന്യം പൊടിക്കാൻ മിക്സി ഗ്രൈൻഡറില്ല, മില്ലുകളില്ലാതെ വരും. അന്ന് കുഴിയരിലുള്ളവർക്ക് ഇടിച്ചു പൊടിക്കാം. കാരണം അന്ന് ഇടിച്ചു പൊടിക്കാവുന്ന ധാന്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരും. ഇന്നത്തെ പൊടിയോ കവർ പാക്കറ്റുകളോ കിട്ടില്ല. നമുക്ക് കിട്ടുന്ന എവിടുന്നെങ്കിലും അല്പം ധാന്യം കിട്ടിയാൽ അത് ഇടിച്ചു പൊടിക്കുന്ന സംവിധാനത്തിൽ വരുമ്പോൾ, ഒരു സ്ത്രീ ഇങ്ങനെ ഇടിക്കുമ്പോൾ മറു സ്ത്രീ ഇങ്ങനെ ഇടിക്കുമ്പോൾ, അങ്ങനെ ധാന്യം പൊടിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ അവൾ ചിന്തിക്കും, പരിശുദ്ധ കുർബാന നിന്നുപോയി, സഭ നിന്നുപോയി, കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നിന്നുപോയി, ഇന്ന് പരിശുദ്ധ കുർബാന ലഭിക്കുന്നില്ല, ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു, യുഗാന്ത്യത്തിലാണ് ലോകമുള്ളത്. അങ്ങനെ പരിശുദ്ധ കുർബാന നഷ്ടപ്പെട്ടു പോയില്ല. കർത്താവേ, അങ്ങയുടെ തിരുവചനത്തെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. എനിക്കൊരു വിശുദ്ധ ബലി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അല്പം ആശ്വാസം. ഈ ലോകത്ത് നടക്കുന്ന മഹാസംഭവങ്ങളെ ഓർത്ത് ഭയവും പേടിയും ബുദ്ധിമുട്ടും തോന്നി കരച്ചിൽ വരുമ്പോൾ, ആഹാരം കഴിച്ചിട്ട് 3-4 ദിവസമായ അവസ്ഥ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അവരാഗ്രഹിക്കുന്നത് വയർ നിറച്ച ഭക്ഷണത്തെക്കാളേറെ അതിൽ 2 സ്ത്രീ ആഗ്രഹിക്കുന്നത് ഒരു തിരുവോസ്തി കിട്ടിയിരുന്നെങ്കിൽ, ഒരു കൂതാശ കിട്ടിയിരുന്നെങ്കിൽ, ഒരു കർത്താവിൻ്റെ ഒരു അത്ഭുതം കിട്ടിയിരുന്നെങ്കിൽ എന്നോർത്തുകൊണ്ട് ഇങ്ങനെ ഇടിക്കുമ്പോൾ ആ സ്ത്രീ എടുക്കപ്പെടും. കാരണം അവൾ വിശുദ്ധിയെക്കുറിച്ച്, യേശുവിൻ്റെ വചനത്തെക്കുറിച്ച്, കുർബാനയെക്കുറിച്ച്, തിരുവോസ്തിയെക്കുറിച്ച്, കൂതാശയെക്കുറിച്ച്, അവൾ ആത്മാവിൻ്റെ തലത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അവൾ എടുക്കപ്പെടും, മറ്റവൾ വിശേഷിക്കും. മറ്റവൾ ചിന്തിക്കും, ഈ ധാന്യം കുറച്ചേ ഉള്ളൂ, ഈ കുറച്ചുള്ള ധാന്യം നാളെ പുട്ടുണ്ടാക്കാനാണ് ഉപയോഗിക്കേണ്ടത്, അത് നാളെ കഴിഞ്ഞ് ദോശ ഉണ്ടാക്കണം, അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം ലേശം അപ്പം എടുത്ത് മറ്റു കള്ളപ്പുണ്ടാക്കണം, അന്ന് എന്തെങ്കിലും കറി എന്തെങ്കിലും കൂട്ടിച്ച് ആഹാരം നന്നായിട്ട് കഴിക്കണം, ഒത്തിരി ഉള്ള ധാന്യം നന്നായിട്ട് ഇടിച്ചു പിടിച്ചേക്കാം. ഒരാൾ ഓസ്തിയെക്കുറിച്ചും യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വേറൊരാൾ ജഡത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും ആഹാരത്തെക്കുറിച്ചും ചിന്തിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഒലക്ക കൊണ്ട് മാറി മാറി ഇടിക്കുമ്പോൾ ഒരു വ്യക്തി കർത്താവിൻ്റെ കൂടെ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവെ എവിടേക്ക് എന്ന് ചോദിച്ചു. എങ്ങോട്ടാണ് എടുക്കപ്പെടുന്നത്? മറ്റുള്ള അവശേഷിക്കുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു. കഴുകന്മാർ വന്നു, ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ ഞാൻ വന്നിട്ടുണ്ട്. ശവത്തെ തിന്നുന്ന ആത്മാവ് കഴുകൻ്റെ ആത്മാവാണ്. അതാണ് കഴുകൻ്റെ പക്ഷി. ആ പക്ഷിയുടെ ആത്മാവുള്ള വ്യക്തി എങ്ങോട്ട് പോകും? ഭൂമിയിലെ ശവമായി മാറും. ആ ശവത്തെ തിന്നാൻ ആയിരങ്ങൾ. ഏതാണ് ശവത്തെ തിന്നാൻ? കഴുകന്മാരല്ല വരുന്നത്, ശവത്തെ ഭോഗിക്കുന്ന ശവഭോഗികൾ. നമ്മുടെ ശവത്തെ പോലും ഭോഗിക്കുന്ന അവസ്ഥയിലേക്ക് ലോകം അധംപതിച്ച് അതിൻ്റെ പാതാള ഗർത്തം
തുറന്നു വെക്കുമ്പോൾ അതിനകത്തേക്ക് പെട്ടുപോകല്ലേ മക്കളെ. കർത്താവിൻ്റെ തിരുവചനം കേൾക്കണം. ഈ അത്ഭുതങ്ങൾ നിന്റെ ഹൃദയത്തെ കീറി മുറിക്കണം. ഈ അത്ഭുതങ്ങൾ കണ്ട് നീ യേശുവിൻ്റെ സവിധെ വന്ന് കർത്താവെ എൻ്റെ പാപങ്ങളെ ഓർത്ത് ക്ഷമിക്കണമെന്ന് പറയാൻ നിനക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, നിനക്ക് കാത് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അങ്ങനെ നീ വിശുദ്ധീകരണ പ്രക്രിയയിലേക്ക് നീ ഒരുങ്ങുന്നില്ലെങ്കിൽ, നീ കർത്താവ് പറഞ്ഞാണ്. എന്താ പറഞ്ഞ കർത്താവ്? യെശയ്യായുടെ പുസ്തകത്തിൽ നിന്ദിക്കപ്പെട്ടും ഉപേക്ഷിക്കപ്പെട്ടും അവനെ ഉപേക്ഷിച്ചു, അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു, അവനെ വെറുത്തുപേക്ഷിച്ചു. അത് തന്നെയായിരിക്കും ഇത് കണ്ടു മടങ്ങുന്ന അത്ഭുത വിശ്വാസികളുടെ ഹൃദയത്തിലുണ്ടാകുന്നത്. അന്ന് രാത്രി ഒരു കെട്ടി രണ്ടുപേരുണ്ടായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേ വിശേഷിക്കും. ആരാണ് രണ്ട് കത്തിലുണ്ട്? അന്ന് രാത്രി ഒരു കട്ടിൽ രണ്ടുപേരുണ്ടായിരിക്കും, അവർ വിവാഹിതരല്ല. അന്ന് വിവാഹം നഷ്ടപ്പെടും, അന്ന് സ്വർഗ്ഗഭോഗികളുണ്ടാകും. ഒരു കട്ടിൽ രണ്ടുപേരെന്നേ പറഞ്ഞിട്ടുള്ളൂ, അന്ന് ഭാര്യയും ഭർത്താവും നല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ ചിന്തിക്കണം, ഭാര്യയും ഭർത്താവും അല്ല, രണ്ടു പേരെന്ന് പറയുന്ന ഭാര്യ ഭർത്താവ്. ഒരാൾ എടുക്കപ്പെടണമെങ്കിൽ, ഒരാൾ അവശേഷിക്കണമെങ്കിൽ അത് ഭാര്യയും ഭർത്താവല്ല. ഭാര്യ വിശുദ്ധിയുള്ളതാണെങ്കിൽ ഭർത്താവിനെ നീതീകരിക്കും, ഭർത്താവ് വിശുദ്ധിയുള്ളതാണെങ്കിൽ ഭാര്യ നീതീകരിക്കും. എന്നാൽ സ്വർഗ്ഗഭോഗികൾ കട്ടിൽ കിടന്നുറങ്ങും, ഒരാൾ എടുക്കപ്പെടും, മറ്റേ വിശേഷം പറയുമ്പോൾ നമുക്ക് അവിടെ ഒന്നുകൂടെ മനസ്സിലാക്കാം. അതിൽ ഒരാൾ വിശുദ്ധിയുള്ള ആളായിരിക്കും, ഒരാൾ സ്വർഗ്ഗഭോഗത്തെ അംഗീകരിക്കുകയില്ല, ഒരാൾ അശുദ്ധിയെ അംഗീകരിക്കുകയില്ല, ഒരാൾ വ്യഭിചാരം ചെയ്യാൻ സമ്മതിക്കുകയില്ല. രണ്ടുപേരിൽ ഒരാൾ വിശുദ്ധിയുള്ളൊരു വ്യക്തിയായിരിക്കും, അത് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കും. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം, ഒരാൾ വിശുദ്ധിയുള്ളവരായിരിക്കാം. അങ്ങനെ അന്നത്തെ സോദോം ഗോമോറ പോലെ ലോകമായി മാറുമ്പോൾ ആ രണ്ടുപേരും കട്ടിലിൽ കിടക്കുന്ന ഒരാൾ ഗോമോറയും സോദോമനെയും ഹൃദയം കൊണ്ട് തള്ളിക്കളഞ്ഞ് കർത്താവിൻ്റെ നിത്യനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് കിടക്കുന്ന സമയത്തായിരിക്കും ആ വ്യക്തി എടുക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അന്ന് രാത്രി ഒരു കട്ടിൽ രണ്ടുപേരുണ്ടായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേ വിശേഷിക്കും. ആ രണ്ടുപേരിൽ ഒരാളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കുകയില്ല, ആ വ്യക്തി മറ്റൊരാളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ മൊബൈൽ ഫോണിൻ്റെ സംവിധാനം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിപ്പ് കുത്തിയവരായിരിക്കാം. അത് ഓർത്തോണം പ്രിയപ്പെട്ടവരെ, ഓർത്തോണ്ട് ജീവിക്കണം. ഈ അടയാളങ്ങൾ നിന്നെ രൂപാന്തരപ്പെടുത്താനാണ്, നിന്നെ വിശുദ്ധിയിലേക്കാണ്. അത് കർത്താവിന്. അപ്പോൾ രണ്ടുപേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേ വിശേഷിക്കും. എന്താണ് വയൽ? വയലെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പഴയ കാലഘട്ടത്തെ ഓർത്താണ് പറയുന്നത്. അപ്പോൾ വയലിൽ എന്ന് പറയുന്നത് തോട്ടങ്ങൾ, കൃഷിസ്ഥലം, കണ്ടങ്ങൾ. അപ്പോൾ ഗോതമ്പ് വയലിലാണ് ഉള്ളതെങ്കിൽ അതിനർത്ഥം എന്താണ്? ഗോതമ്പ് ഇങ്ങനെ കറ്റയായിട്ട് തിരിച്ചത് ഉതിർത്ത് ചാക്കിനകത്ത് കെട്ടി അവിടെ കൊണ്ട് കൊടുത്താൽ പണമുണ്ടാക്കാം. വയലെന്ന് പറയുന്നത് പണത്തിൻ്റെ വിവിധ രൂപങ്ങൾ. ഇന്നത്തെ വിദേശ ജോലികൾ വയലാണ്, നേഴ്സിംഗ് ജോലി വയലാണ്, വയൽ സംവിധാനം, ഇൻഡസ്ട്രിയൽ സംവിധാനങ്ങൾ, സിമെൻറ്റ് വ്യവസായങ്ങൾ, എല്ലാ കച്ചവടങ്ങളും വയൽ മാർഗങ്ങളാണ്. ജോലികൾ, IELTS, OILTS, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, നഴ്സിംഗ് വിദ്യാഭ്യാസം, ഇതെല്ലാം എന്ത് വയലാണ്, പണത്തുണ്ടാക്കാനുള്ള വയലുകളാണ് ഇതെല്ലാം. അപ്പോൾ രണ്ടുപേർ വയലിലായിരിക്കും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ടുപേരും കർത്താവിൻ്റെ കാര്യത്തിൽ യേശുവിൻ്റെ വരവ് വന്നതിൽ പ്രശ്നമല്ല, പക്ഷേ ഞങ്ങൾ വയലിലാണ്. പക്ഷേ ആ രണ്ടുപേരിൽ ഒരാൾ വയലിൽ ഇന്ന് പണിയെടുക്കുമ്പോഴും വയലിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും വയലിൽ ഇന്ന് പണിക്കൂലി കിട്ടുമ്പോൾ ആ പണിക്കൂലിയിൽ നിന്ന് 10 രൂപ ഞാൻ ഒരു ഡപ്പയ്ക്ക് എത്തിട്ട് മാറ്റിവെക്കും. അങ്ങനെ 10 ദിവസം പണിയെടുക്കുമ്പോൾ 100 രൂപയായി. ആ 100 രൂപ ഞാൻ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ, ഞാൻ ദരിദ്രനായാലും സമ്പന്നനായാലും ഞാൻ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ വേദനിക്കുന്നതിന് കൊടുക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ട് രണ്ടുപേർ വയലിലായിരിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വിശുദ്ധിയോട് ചിന്തിച്ച് യേശുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എടുക്കപ്പെടും, മറ്റേ അവശേഷിക്കും. ഈ അവശേഷിക്കുന്നവർ എങ്ങോട്ടാണ് പോകുന്നത്? ശബം എവിടെ കഴിവുമാർ വന്നുകൂടും. ആ കാലഘട്ടത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ്, ലോകം അങ്ങോട്ട് നടന്നടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വചനം കൂടെ ചേർത്ത് വെച്ച് പ്രിയപ്പെട്ടവരെ. ഈ മാനവരുടെ ഇടയിൽ അത്ഭുതവും ഈ വചനവും കൂടെ കൂട്ടി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ നിന്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ എണ്ണപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ മുമ്പിൽ ഏതാനും വർഷങ്ങൾ കൂടി സ്വസ്ഥതയുള്ളൊരു വർഷമുള്ളൂ. 2027 ആഗോള യുദ്ധം തുടങ്ങുന്ന കാലഘട്ടം എത്തും. വലിയ യുദ്ധം, നമ്മൾ ചിന്തിക്കാൻ അപ്പുറത്തേക്കുള്ള യുദ്ധം വരും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുമ്പോൾ നമ്മുടെ ആത്മാവ് ഉണരണം, അത് ഹൃദയത്തിൽ തട്ടണം, എൻ്റെ ഹൃദയത്തെ സ്പർശിക്കണം. അത് എന്തിനാണ് ഈ ചോര കാണിച്ചത് കർത്താവ്? അപ്പോൾ നമുക്ക് സംശയമാണ്, ഇത് ചോരയാണോ ഇത്? അപ്പോൾ അച്ഛന്മാരും കന്യാസികൾ അല്ലെങ്കിൽ ചില സഭയിലെ പത്രമാരൊക്കെ എടുത്തുകൊണ്ട് ഇത് DNA പരിശോധിക്കും. ആദ്യം ചോരയാണെന്ന് അറിയട്ടെ, പിന്നെ ഇത് DNA നോക്കാതെ യേശുവിൻ്റെ തന്നെയാണെന്ന് അറിയട്ടെ, എന്നിട്ട് ഞാനത് വിശ്വസിക്കാം, നോക്കാം. അതുകൊണ്ടൊക്കെ കൊടുത്തൊക്കെ പറയുമ്പോൾ DNA തന്നെ മാത്രമൊക്കെയാണ്. പക്ഷെ അത് അന്നുള്ളതല്ലേ, ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ എൻ്റെ ആവശ്യമുണ്ട്. ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ നമ്മൾ ഉപേക്ഷിക്കും, സർവരാലും കർത്താവിനെ ഉപേക്ഷിക്കും. ഇന്ന് സഭയ്ക്ക് വേണ്ടാത്ത ഒരേ ഒരു വ്യക്തി, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടാത്ത ഒരേ ഒരു വ്യക്തി ക്രിസ്തുവാണ്, യേശുവാണ്, യേശുവിൻ്റെ തിരുശരീരമാണ്, യാതൊരു സംശയമാണ്. അതിനെ ചൊല്ലി നടക്കുന്ന അടി, ഭയങ്കരമായ അടി.
എൻ്റെ പൊന്നു മക്കളെ, പൊന്നു സഭയെ, കേരള സഭയെ ഞാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യാണ്. അതിനെ മാറ്റിക്കൊണ്ട് നമുക്കെല്ലാം രക്ഷപ്പെടാൻ ഒരവസരം കൂടിയുണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശു തിരത്വത്തിലേക്ക് തിരിച്ചു വരാൻ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. എൻ്റെ തിരത്വം കാണ്, എൻ്റെ ഹൃദയം കാണ്, പരിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്, പരിശുദ്ധി കൊണ്ട് നിറയെ. വളരെ മനോഹരമായിട്ട് ശക്തമായ കുമ്പസാരം, പാപത്തെയും തിന്മയും വേർതിരിച്ചുകൊണ്ട് കുമ്പസാരിക്ക്. നീ ചെയ്തു പോത്തിട്ടുള്ളവർക്ക് മാപ്പ് പറ, കർത്താവിൻ്റെ മുമ്പിൽ ഉപവസിക്ക്, കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്ക്, കർത്താവിൻ്റെ മുമ്പിൽ തിരികെത്തിച്ച് വെച്ച് കരങ്ങൾ വിരിക്ക്. എന്നിട്ട് പറയാം, അപ്പാ സ്വർഗീയപ്പാ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഇതാ മുല്ലപ്പെരിയാർ വരുന്ന കർത്താവേ, ഞങ്ങളുടെ മുകളിൽ കൂടെ കയറിപ്പോകുന്ന വെള്ളം എന്ത് ഭയാനകമായിരിക്കും. ഒരു വയനാടുമല്ല, 9 വയനാട് ഒരു ജില്ല ഇളകി വരുന്നത് പോലെ ഈ വരുന്ന മലവെള്ളപ്പാച്ചിൽ ഞങ്ങളെ തകർക്കല്ലേ. ഞങ്ങളുടെ മാടവന ഇടവകെ കർത്താവ് ഒരു ഗിരിശൃംഗമാക്കി മാറ്റും. അവിടെ നിത്യാരാധന ചാപ്പലുണ്ടെങ്കിൽ, അവിടെ നിത്യ ആരാധന ഉണ്ടെങ്കിൽ, അവിടെ വലിയ ആശ്വാസ വചന പ്രഘോഷണ മേഖലയുണ്ടെങ്കിൽ, വലിയ കുമ്പസാരത്തിൻ്റെ ശാലകളുണ്ടെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അതിനുവേണ്ടിയാണ് ഈ മാടവൻ ഇടവകയെ, ആ പെൺകുഞ്ഞിനെ, ആ അച്ഛനെ കർത്താവ് സെലക്ട് ചെയ്ത്. കർത്താവ് മനുഷ്യമക്കളെ നോക്കിക്കാണുന്നു. അവിടുന്ന് മനുഷ്യമക്കളെ നോക്കിക്കാണുന്നു. സങ്കീർത്തനം 11:4 അവിടുന്ന് മാടവൻ ഇടവകയിലെ അച്ഛനെ നോക്കിക്കാണുന്നു. അവിടുന്ന് മാടവനിടയിലെ ആ പെൺകൊച്ചിനെ, ആഗ്നസ് എന്ന കൊച്ചിനെ നോക്കി കാണുന്നു. അവിടുന്ന് ആ കുഞ്ഞിൻ്റെ കുടുംബത്തെ നോക്കി കാണുന്നു. എന്നിട്ട് കർത്താവ് ആ കുഞ്ഞെ ഇറങ്ങിലേക്ക് വെച്ചു കൊടുത്തു. മകളെ, ഞാനാണിത്, യേശുവാണ്, നീ ഭയപ്പെടണ്ട, നീ പേടിക്കണ്ട, നീ സംഭ്രമിക്കണ്ട, ഞാനാണ്, യേശുവാണ്. എൻ്റെ പൊന്നുപോലെ ഞാൻ നിന്നെ നോക്കും, നിൻ്റെ കുടുംബത്തെ ഞാൻ നോക്കും, ഈ അച്ഛനെ ഞാൻ പൊന്നുപോലെ സംരക്ഷിക്കും, ഈ ഇടവകെ ഞാൻ മകുടമാക്കും. പക്ഷേ അവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പ്രിയ സഹോദരൻ, മാടവൻ ഇടവകയിൽ എന്ന് നേർച്ചപ്പെട്ടി വെച്ചോ, അന്ന് ഇതിൻ്റെ എതിർക്കൂതാശ സംഭവിക്കും. അവിടെ അടിച്ച് നിരത്തിക്കളയും സത്താൻ. ഓർത്തോ, ഈ ലോകത്തിൻ്റെ കത്തോലിക്ക സഭയിൽ സംഭവിക്കുന്ന അപജയങ്ങൾ, തകർച്ചകളുടെ കാരണം ഈ പണക്കിഴിയാണ് പ്രിയപ്പെട്ടവർ. അവിടെ 10,000 വന്നു പോയിക്കോട്ടെ, അത് തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റരുത്, അത് ധ്യാന സെൻ്ററായിട്ട് മാറണം. അവിടെ പണക്കിഴി വെക്കരുത്, അവിടെ പണപ്പെട്ടി വെക്കരുത്, പണത്തിൻ്റെ ഭാഗം അവിടെ, പണത്തിൻ്റെ പെട്ടി അവിടെ വെച്ച് പണം മേടിക്കരുത്. നിങ്ങൾ ആരെങ്കിലും അച്ഛൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഇത് ഇന്ന നിയോഗത്തിന് പറഞ്ഞ് പൈസ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പണം പെട്ടി വെക്കരുത്. അതിന് കണക്കും കാര്യം വെച്ചു, അത് നന്മയ്ക്കായിട്ട് ഉപയോഗിച്ചു. അവിടെ അരിസാധനം മേടിച്ച് അവിടെ കഞ്ഞി വെക്കണം. അവിടെ വരുന്നവർക്ക് കഞ്ഞി കൊടുക്കുന്ന സംവിധാനം ഉണ്ടാവണം. അവിടെ മനുഷ്യൻ ഇരുന്നും കിടന്നും വചനം ശ്രമിക്കണം. ഈശോയുടെ വരവിൻ്റെ ക്ലാസ്സുകൾ, യേശുവിൻ്റെ വരവിൻ്റെ സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷം അക്കമിട്ട് എണ്ണി ഞാൻ പറഞ്ഞു കൊടുക്കാം, എന്നെ വിളിക്കുക. ഇല്ലെങ്കിൽ അറിയാവുന്ന പറഞ്ഞു കൊടുത്തു പ്രിയപ്പെട്ടവരെ. പക്ഷേ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ആ ഒരുക്കത്തിന് വേണ്ടിയിട്ടാണ് ഇത്. ഇന്നല്ല നാളെ ഈ സഭയിൽ നിന്നും ഈ വിശുദ്ധ ബലി നഷ്ടപ്പെടും, ഇത് തീർന്നു പോകും, ഇത് ഉപേക്ഷിക്കും, മനുഷ്യൻ വെറുത്തുപേക്ഷിക്കും. ഇത് ആ സാഹചര്യം വരുന്നതിന് മുമ്പ് കർത്താവ് നമ്മെ ഒരുക്കുകയാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിൻ്റെ മുന്നോടിയായിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമ്പോൾ അത്ഭുതങ്ങളെക്കാളേറെ അപകടങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും തകർച്ചകളും വലിയ ഉരുൾപൊട്ടലും വലിയ യുദ്ധവും കൂട്ടത്തിലുണ്ട് പ്രിയപ്പെട്ടവർ. അതിനാൽ രക്ഷപ്പെടുവാൻ ഒരേ ഒരു അവസരമേ ഉള്ളൂ, രക്ഷപ്പെടുവാൻ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, രക്ഷപ്പെടുത്തുവാൻ ഒരേ ഒരു വ്യക്തിയുള്ളൂ. യേശു ക്രിസ്തുവാണ്, വിശുദ്ധ ബലിയാണ്, തിരുവചനമാണ്, ആരാധനയാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അവിടെ നേർച്ചപ്പെട്ടി വെക്കരുത്. അവിടെ വരുന്ന സംഭാവനകളും മറ്റു കാര്യങ്ങളും അവിടുത്തെ വികസന പ്രവർത്തനം ഉപയോഗിക്കരുത്. അതവിടെ വരുന്നവർക്ക് കഞ്ഞി വെക്കാനും ആ കഞ്ഞി മറ്റുള്ളവർക്ക് കൊണ്ട് രോഗികൾക്ക് കൊടുക്കാനും അനാഥർക്ക് ദരിദ്രർക്ക് വീട് വെച്ച് കൊടുക്കാനും ഉപയോഗിക്കണം പ്രിയപ്പെട്ടവരെ. കോടാനുകോടി രൂപ, മലയാറ്റൂര് കോടാനുകോടി രൂപ വരുന്നുണ്ട്. എത്ര വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് മുഴുവൻ അന്തപ്പുരങ്ങളിലേക്ക് കൊണ്ടുപോകരുത്. ശിക്ഷ വരുന്നത് ഭയാനകമായിരിക്കും. മുല്ലപ്പെരിയാർ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൂടെ കയറിപ്പോവും. യുദ്ധങ്ങൾ, നിങ്ങളുടെ മിസൈലുകൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വീഴും. സൂക്ഷിച്ചോ. കർത്താവ് റോമർ 1:23 കർത്താവ് പറയുന്നത്, കർത്താവിൻ്റെ ക്രോധം ആകാശത്തിൻ്റെ അതിർത്തികളിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അതായത് മിസൈലുകൾ ദൂരെ നിന്ന് വരുന്നു എന്നാണ് അർത്ഥം പ്രിയപ്പെട്ടെ. അത് ഞാൻ ചുമ്മാ ഉണ്ടാക്കി പറയുന്നതല്ല. റോമർ 1:23 എടുത്ത് വെച്ച് വായിക്കണം പ്രിയപ്പെട്ടവരെ. റോമാക്കാരുടെ ലേഖനം 1-ാം അധ്യായം എടുത്തു വെച്ച് വായിക്കാൻ എഴുതിയിട്ടുണ്ട്. ആകാശത്തിൻ്റെ അതിർത്തികളിൽ നിന്ന് കർത്താവിൻ്റെ അഗ്നി ക്രോധം വരുന്നതായിരിക്കും. ഇത് ആസന്നമായി. അതുകൊണ്ടാണ് ഞാൻ പറയാം, ഇത് ഊന്നി ഞാൻ പറഞ്ഞ് നിങ്ങൾ ഒരുക്കുന്നത് യേശുവിൻ്റെ വരവിങ് എത്തിയെന്ന് നിങ്ങളുടെ ബുദ്ധിയിൽ വരണം. ഇത് എനിക്ക് ജോലിയുണ്ട്, 2 നില വീടുണ്ട്, കാറുണ്ട്, ഇന്നോവയുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. എനിക്ക് യേശു വന്നാലും വേണ്ടില്ല, വന്നില്ലെങ്കിലും വേണ്ടില്ല, എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഞാൻ സുഖമായിട്ട് ജീവിക്കും. എൻ്റെ ഭാര്യ ഗൾഫിലുണ്ട്, എൻ്റെ മകൻ അമേരിക്കയിലുണ്ട്, തീർന്ന പരിപാടി. അങ്ങനെ ഇരിക്കരുത്. അമേരിക്ക ഒന്നും ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. അവസാന കാലഘട്ടം വരുമ്പോൾ യൂറോപ്പിന് ക്ഷതങ്ങളേൽക്കും, അമേരിക്കയിൽ തളർച്ച സംഭവിക്കും, ഇസ്രായേലിന് ക്ഷതങ്ങൾ സംഭവിക്കും, എതിർശക്തികൾ ആധിപത്യം ഉറപ്പിക്കും, പൈശാചികൾ ലോകത്തെ കീഴടക്കിക്കൊണ്ട് 3 വർഷത്തെ ഭരിക്കുമ്പോൾ ഭയാനകമായ യുദ്ധങ്ങൾ, അതിഭയാനകമായ പീഡനങ്ങൾ ലോകത്തുണ്ടാവും. അവിടെ രക്ഷപ്പെടുവാൻ നമുക്ക് എങ്ങോട്ടും ഓടാനും പോകാനും പറ്റില്ല. അവിടെ കർത്താവിൻ്റെ സംരക്ഷണ കോട്ടയുള്ളവർ
സംരക്ഷണ കോട്ടയിലുള്ളവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അവർക്ക് സംരക്ഷണം കിട്ടും. അതുകൊണ്ട് വെളിപാട് 3:10 പറഞ്ഞത് സകല ഉപവാസികളെയും പരിശോധിക്കാൻ ലോകത്തുണ്ടായിരുന്ന കക്ഷകളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കുമെന്ന് കർത്താവാണ്. ഇനി അങ്ങനെ ഒരുങ്ങാനാ പറഞ്ഞാൽ ഞാൻ വീണ്ടും എല്ലാ ക്ലാസ്സിലും എടുത്തു പറയും. വെളിപാട് 22:14 ജീവന്റെ വൃക്ഷത്തിൽ അബാസ് ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്കികൾ അവയവങ്ങൾ ഇന്ദ്രിയങ്ങൾ. കഴിയിക്കോ പ്രിയപ്പെട്ടവരെ, ആധുനിക ലോകത്തുനിന്ന് കണ്ണു വലിച്ച് പറിച്ചെടുത്ത് ദൂരെ മാറിക്കോ, ഓട്ടി രക്ഷപ്പെട്ടോ. എൻ്റെ ജനമേ, അവിടുന്ന് ഊട്ടിയകളുവിൻ. അവിടുന്ന് അല്ലെങ്കിൽ അവളെ പിടികൂടിയ മഹാമാരി നിങ്ങളെയും പിടികൂടും. കത്തോലിക്ക സഭ കാണിച്ചു തരുന്ന വഴിയെ പോകരുതേ, ക്രിസ്തുവിൻ്റെ വഴിയെ പോകണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഓർത്തോ, ഇതാ മാളവൻ ഇടവയിലെ അത്ഭുതം തിരുദോസ്തി, ആ തിരുശരീരവും തിരുരക്തവും നാളെ വാഴ്ത്തി അതേ അച്ഛൻ നിങ്ങൾക്ക് തരുമ്പോൾ ഇത് തിരുദോസ്തി യേശുവിൻ്റെ ശരീരമാണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ്റെ യോഗ്യതയുണ്ട്. പക്ഷേ പരിശുദ്ധി കൊണ്ട് നിറഞ്ഞിട്ടായിരിക്കും. സിനിമ കണ്ടിട്ട്, സീരിയൽ കണ്ടിട്ട്, ബ്ലൂവിലി കണ്ടിട്ട് ദേവാലയത്തിനെ പട്ടി ചവിട്ടിയാൽ നിന്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ചവിട്ടായിരിക്കും ഓർത്തുകൊണ്ട് പോയിക്കോണം. പൈശാചി ശക്തികളുടെ തിന്മ, പൈശാചികളുടെ ഏതെങ്കിലും പക്ഷി, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റാപ്ചറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കണം. ഇതിൻ്റെ പിന്നെ ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ് കേട്ട് നിങ്ങൾ ചിന്തിക്കണം, ഏതാണ് പക്ഷികൾ, അശുദ്ധം ബീവത്സമായ സകല പക്ഷികളുടെ താവളമായെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഏത് പക്ഷിയാണ്, എൻ്റെ ഹൃദയത്തിൽ ഏത് പാമ്പാണുള്ളത്? അണലി സന്തതികളെ, നിങ്ങൾ ആരാനിരിക്കുന്ന ആസന്നമായ ക്രോധത്തിൽ നിന്നും ഓടിയകലം നിങ്ങളോട് കൽപ്പിച്ചത് ആരെ? നിങ്ങൾ വിളിച്ചു പറഞ്ഞത് ആരാണ് നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞേ? ഏതോ ഒരു ബ്രദർ അല്ലെങ്കിൽ ഏതോ ഒരു അച്ഛൻ പറയുന്നത് കേട്ടെങ്കിൽ ഓർത്ത് ശ്രദ്ധിച്ചോ. കേട്ടോ പ്രിയപ്പെട്ട, വളരെ സ്റ്റേണായിട്ട് നിങ്ങൾ പറയുകയാണ്. അത്ര ശക്തമായി കർത്താവ് പറയുന്നത് ഇതിങ്ങെത്തിയത് കൊണ്ടാണ്. ഇവിടെ ആരംഭിച്ചു ഇസ്രായേലിനെതിരെ യുദ്ധം. അത് പടക്കോപ്പായിട്ട് വരും പ്രിയപ്പെട്ടവരെ. 100 കണക്കിന് രാഷ്ട്രങ്ങൾ ഇസ്രായേലിലെ തിരമാല വരുന്നോലും വരും. അത് 2029 ഇത് സംഭവിക്കും. അപ്പോൾ അതിനു മുമ്പ് കർത്താവിനോട് ചേർന്ന്, യേശുവിനോട് ചേർന്ന്, പരിശുദ്ധി കൊണ്ട് ചേർന്ന് നിൽക്കുന്നവരെ കർത്താവ് സംരക്ഷിക്കും, രക്ഷിക്കും. അവനെ കർത്താവ് വാക്ക് പറഞ്ഞെങ്കിൽ വാക്ക് പാലിക്കുന്ന കർത്താവാണ് യേശു ക്രിസ്തു. വാക്ക് പാലിക്കുന്നത് വിശ്വസിക്കാം. നമുക്ക് യേശുവിനെ വിശ്വസിക്കാം, ക്രിസ്തുവിനെ വിശ്വസിക്കാം. അവൻ്റെ കൂടെ നമുക്ക് പോകാം. ഒരുങ്ങിക്കോ മക്കളെ, ഒരുങ്ങിക്കോ. അതിനാൽ മാടവൻ ഇടവകയെ നമ്മുടെ ഒരു വിശുദ്ധ സ്ഥലമായിട്ട് കണ്ടുകൊണ്ട് ആ ഇടവകയുടെ മുറ്റത്തേക്ക് കയറുമ്പോൾ നമ്മൾ തൊട്ടു വന്നിക്കണം. അപ്പൻ ഇവിടെ ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ചല്ലോ. അങ്ങനെ വിശുദ്ധിയോടെ, ഭയഭക്തി ബഹുമാനത്തോടെ, ഭയത്തോടു കൂടി ആ ദേവാലയത്തിൽ കയറി ആ അച്ഛൻ്റെ ഒരു കൈവെപ്പ് മേടിച്ച് ആ പെൺകുഞ്ഞിനോട് മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചു, പൊക്കോ മക്കളെ, നിങ്ങളെ കർത്താവ് സംരക്ഷിക്കും. ഇല്ലെങ്കിൽ വരുന്നത് ഒന്നും ഞാൻ ബാക്കി പറഞ്ഞാൽ അറിയാം. വയനാട് എന്താണെന്നും ഗാസ എന്താണെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓർത്ത മക്കളെ, അതിലെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുവിന്റെ തിരുരക്തം നമുക്ക് കോട്ട കെട്ടട്ടെ. കർത്താവായ യേശുവിന്റെ തിരുവചനം നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ. കർത്താവിന്റെ യേശു ക്രിസ്തുവിന്റെ തിരുവചനം നമ്മുടെ അതരത്തിൽ മുഴങ്ങട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്ക്, ഹൃദയം തുറന്ന് പാടി സ്തുതിക്ക്. കർത്താവിനെ കിട്ടുന്ന അവസരങ്ങളിൽ സ്തുതിച്ചു നടക്കും മക്കളെ. കർത്താവ് യേശുവെ ആരാധന പറഞ്ഞു നടന്നു. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പരിശുദ്ധാത്മ നിങ്ങളെ നയിക്കും മക്കളെ. അതിലെ കർത്താവായ യേശു ക്രിസ്തു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.